ഇന്നൊക്കെ സർക്കാരിൻ്റെ കീഴിൽ ഹജ്ജിന് പോകുമ്പോൾ അറവ് നിർബന്ധമാകും എന്നൊക്കെ കേൾക്കാറുണ്ട്. അതിൽ നിന്ന് രക്ഷപ്പെടാൻ വല്ല പരിഹാര മാർഗവുമുണ്ടോ? ഒന്ന് കൂടുതലായി വിശദീകരിച്ചാൽ പ്രേക്ഷകർക്ക് അത് വളരെ ഉപകാരമാകും. സർക്കാരിൻ്റെ ഹജ്ജിന് പോകുമ്പോൾ എല്ലാ കാലത്തും ഒരുപോലെയല്ല. ഇപ്പോൾ ഈ അടുത്ത കാലങ്ങളിലൊക്കെ ഈ വർഷവും ഹജ്ജിന് പോകുന്നത് ജിദ്ദയിലേക്കാണ്. ജിദ്ദയിൽ നിന്ന് നേരെ മക്കയിലേക്ക് പോകുന്നു. അവർ അസീസിയയിലും മറ്റും താമസിക്കുന്നു. ഹജ്ജിൻ്റെ കാര്യങ്ങളും കർമ്മങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് അവർക്ക് മദീനയിലേക്ക് പോകാനുള്ള അവസരം ലഭിക്കുന്നത്. ഇവിടെയാണ് ചില പ്രശ്നങ്ങൾ വരുന്നത്. ഇത് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, ഹജ്ജിൻ്റെ കർമ്മം ഇഹ്റാം 3 വിധമുണ്ട്. ഖിറാന്, തമത്തുഅ്, ഇഫ്രാദ്. ഖിറാന് എന്ന് പറഞ്ഞാൽ ആ പദത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം, ഹജ്ജും ഉംറയും ഒരുമിച്ച് ചെയ്യുക. നേരത്തെ നമ്മൾ മീഖാത്തുകൾ വിശദീകരിച്ചിട്ടുണ്ട്. ആ മീഖാത്തിൽ വെച്ച് ഹജ്ജിനും ഉംറക്കും ഒരുമിച്ച് നിയ്യത്ത് വെക്കുക. അതാണ് ഖിറാന് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അവിടെ വെച്ച് അവർ ഉംറക്ക് ഇഹ്റാം ചെയ്യുന്നു. അതേ മീഖാത്തിൽ നിന്ന് തന്നെ ഉംറയുടെ കർമ്മം ചെയ്യുന്നതിന് മുമ്പ് അവർ ഹജ്ജിനും ഇഹ്റാം ചെയ്യുന്നു. എന്നാലും അത് ഖിറാൻ തന്നെയാവും. ഇതാണ് ഒരു രൂപം. എന്നിട്ട് അവർ ഹജ്ജിൻ്റെ കർമ്മങ്ങൾ ചെയ്യുന്നു. എന്നാൽ അതോടുകൂടെ ഉംറയും അവർക്ക് ലഭിക്കും. പിന്നെ ഉംറ വേറെ ചെയ്യേണ്ടതില്ല. ഇതാണ് ഖിറാന്. രണ്ടാമത്തെ നമ്മൾ പറഞ്ഞത് തമത്തുഅ് ആണ്. തമത്തുഅ് എന്ന് പറഞ്ഞാൽ നാട്ടിൽ നിന്ന് അവർ ഉംറക്ക് ഇഹ്റാം ചെയ്തുകൊണ്ട് മക്കയിലേക്ക് പോകുന്നു. മക്കയിൽ ചെന്ന് ഉംറയുടെ അഅ്മാലുകളൊക്കെ പൂർത്തീകരിച്ചു, തഹല്ലുലായി. പിന്നീട് അവർ ഹജ്ജിന് വേണ്ടി മക്കയിൽ വെച്ച് ഇഹ്റാം ചെയ്യുന്നു, ഹജ്ജിൻ്റെ കർമ്മങ്ങൾ പൂർത്തീകരിക്കുന്നു. ഇതാണ് തമത്തുഅ്. ഇഫ്രാദ് എന്ന് പറഞ്ഞാൽ ഹജ്ജിന് നിശ്ചയിക്കപ്പെട്ട മീഖാത്തിൽ നിന്ന് അവർ ഹജ്ജിന് ഇഹ്റാം ചെയ്തു പോകുന്നു, ഹജ്ജിൻ്റെ കർമ്മങ്ങൾ പൂർത്തീകരിക്കുന്നു. പിന്നീട് അവർ ഉംറ ചെയ്യുകയും ചെയ്യുന്നു. ഇതാണ് ഇഫ്രാദ്. ഇഫ്രാദായി ഹജ്ജ് ചെയ്യുമ്പോൾ അവർക്ക് അറവ് നിർബന്ധമില്ല. എന്നാൽ ഖിറാനായി ചെയ്യുമ്പോഴും അറവ് നിർബന്ധമാകും, തമത്തുഅ് ആയി ചെയ്യുമ്പോഴും അറവ് നിർബന്ധമാകും. നിങ്ങൾ നേരത്തെ ചോദിച്ചത് സർക്കാരിൻ്റെ ഹജ്ജിന് പോകുന്ന ആളുകളാണ്. അവർ ഇന്ന് ചെയ്യുന്നത് നേരെ ഉംറക്ക് ഇഹ്റാം ചെയ്യുന്നു. കരിപ്പൂർ എയർപോർട്ടിൽ നിന്നോ കണ്ണൂർ എയർപോർട്ടിൽ നിന്നോ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്നോ ഉംറക്ക് അവർ ഇഹ്റാം ചെയ്തുകൊണ്ട് നേരെ മക്കയിലേക്ക് പോകുന്നു. അവിടെ ചെന്ന് ഉംറയുടെ കർമ്മങ്ങളാകുന്ന തവാഫും സഴിയും ചെയ്ത് തഹല്ലുലാകുന്നു. മുടി നീക്കം ചെയ്യലോടുകൂടി അവർ തഹല്ലുലായി. പിന്നീട് അവർ മക്കയിലാണ് അവരുടെ താമസം, അല്ലെങ്കിൽ അസീസിയയിൽ മക്കയുടെ അടുത്താണ് താമസം. അങ്ങനെ അവർ ഹജ്ജിൻ്റെ സമയമാകുമ്പോൾ ദുൽഹിജ്ജ 7 അല്ലെങ്കിൽ 8 അവർ മക്കയിൽ വെച്ച് ഇഹ്റാം ചെയ്യുന്നു. അങ്ങനെ ഇഹ്റാം ചെയ്തുകൊണ്ട് ഹജ്ജിൻ്റെ കർമ്മങ്ങൾ അവർ പൂർത്തീകരിക്കുകയാണ്. ഇതിനാണല്ലോ നേരത്തെ ഞാൻ പറഞ്ഞത് തമത്തുഅ് എന്ന് പറയുന്നത്. അങ്ങനെ തമത്തുഅ് ആയി ഹജ്ജ് ചെയ്യുമ്പോൾ അവർക്ക് അറവ് നിർബന്ധമായിരിക്കും. ആ അറവ് എവിടെ വെച്ച് നിർവഹിക്കണം? അത് ഹറമിൽ വെച്ച് തന്നെ അത് നിർവഹിക്കണം. ആ അറവ് ഒഴിവാകാൻ മാർഗമുണ്ടോ എന്നാണ് നിങ്ങളുടെ മറ്റൊരു ചോദ്യം. അതിനൊഴിവാകാനുള്ള മാർഗം എന്താണെന്ന് ചോദിച്ചാൽ, ഇഹ്റാം ചെയ്യാൻ അവർ മക്കയിൽ നിന്ന് ഏതെങ്കിലും ഒരു മീഖാത്തിലേക്ക് പോകണം. ഒന്നിരിക്കൽ അവർ കുറച്ചാളുകൾ കൂടി ഒരു വണ്ടി ഏർപ്പാടാക്കി കർണുൽ മനാസിലിൽ
മീഖാത്തിൽ പോയി അവർ ഇഹ്റാം ചെയ്യണം. ദുൽഹിജ്ജ 5-നോ 6-നോ 7-നോ എപ്പോഴും ആകാം. അവർക്ക് സൗകര്യപ്പെടുന്ന സമയത്ത് അവിടുത്തെ അനുമതിയെല്ലാം പരിഗണിച്ചുകൊണ്ട് അങ്ങനെ മീഖാത്തിൽ പോയി അവർ ഇഹ്റാം ചെയ്യണം. എന്നാൽ അവർക്ക് അറവിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും. അല്ലെങ്കിൽ അവർ മദീനയിലേക്ക് ഒരു സിയാറത്തിന് പോവുക, മദീനയിൽ നിന്ന് അവർ ദുൽഹുലൈഫ വഴി വരുമ്പോൾ ഇഹ്റാം ചെയ്ത് മക്കയിലേക്ക് വരിക. പ്രൈവറ്റുകളൊക്കെ ചെയ്യുന്നത് അങ്ങനെയാണ്. ഇപ്പോൾ പ്രൈവറ്റായ ഗ്രൂപ്പുകളൊക്കെ പലതും പുറപ്പെട്ടു കഴിഞ്ഞു, ചിലതൊക്കെ അടുത്ത ദിവസങ്ങൾ പുറപ്പെടുകയാണ്. ഇവർ ചെയ്യാറുള്ളത് നേരെ മക്കയിലേക്ക് ഉംറയ്ക്ക് ഇഹ്റാം ചെയ്തു പോകുന്നു. അവിടുന്ന് ഉംറയുടെ അമാലുകളൊക്കെ കഴിഞ്ഞ് കുറഞ്ഞ ദിവസം അവിടെ താമസിച്ചു. എന്നിട്ട് ദുൽഖഅദ അവസാനത്തിൽ അവർ മദീനയിലേക്ക് പോകുന്നു. മദീനയിൽ ഒരാഴ്ച താമസിച്ച് അവിടുത്തെ സിയാറത്തുകളും കാര്യങ്ങളും സന്ദർശനങ്ങളൊക്കെ പൂർത്തീകരിച്ച് അവർ ഹജ്ജിന് ഇഹ്റാം ചെയ്തുകൊണ്ട് ദുൽഹിജ്ജ 7 അല്ലെങ്കിൽ 6 അല്ലെങ്കിൽ 8 ആകുമ്പോഴേക്ക് നേരെ മിനയിലേക്ക് വരുന്നു, അല്ലെങ്കിൽ അസീസിയയിലേക്ക് വരുന്നു. ഇങ്ങനെ വരുമ്പോൾ അവിടെ ഇഫ്രാദിന്റെ രൂപമായി അവർക്ക് അറവ് ഉണ്ടാവുകയില്ല. ഇതാണ് അറവിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം. അല്ലാതെ അറവിൽ നിന്ന് ഒഴിവാകാൻ ഒരു മാർഗവും ഇല്ല. പിന്നെ ദമു തമത്തു, അതായത് തമത്തുവിൻ്റെ അറവ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അത് ദമു തെർത്തീബാണ്. എന്ന് പറഞ്ഞാൽ ഒരു നിലക്കും അറവിന് സാധ്യമല്ലാതെ വന്നാൽ, ഒന്നിരിക്കൽ അവർ ഹജ്ജിന് പോയ സമയത്ത് അവർക്ക് മൃഗം വാങ്ങാനുള്ള കാശില്ലാതെ പോവുകയോ അല്ലെങ്കിൽ മൃഗം കിട്ടാതിരിക്കുകയോ ഇങ്ങനെ എന്തെങ്കിലും ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ അപ്പോൾ അവർക്ക് അതിന് ബദലായി നോമ്പ് നോൽക്കാവുന്നതാണ്. 10 നോമ്പ് നോൽക്കണം. 3 നോമ്പ് ഹജ്ജിൻ്റെ കർമ്മങ്ങളുടെ കൂട്ടത്തിൽ ഹജ്ജിൻ്റെ വേളയിൽ വെച്ചും 7 നോമ്പ് അവർ തിരിച്ചു വന്ന് നാട്ടിലെത്തിയതിൻ്റെ ശേഷവും അവർ നോമ്പ് നോക്കേണ്ടതാണ്. ഇങ്ങനൊരു പരിഹാരമുണ്ട്. പക്ഷെ അത് ഒരു നിലക്കും അറവിന് സാധ്യമല്ലാതെ വരണം. അറവിന് അവർക്ക് കാശില്ലാതെ വരികയോ മൃഗം കിട്ടാതിരിക്കുകയോ അല്ലെങ്കിൽ അവിടെ അറക്കാൻ പാടില്ല എന്നൊരു നിയമം സർക്കാർ കൊണ്ടുവരികയോ ചെയ്താൽ ഇത്തരം ഘട്ടങ്ങളിലൊക്കെ നോമ്പിലേക്ക് കിടക്കാം. അല്ലാത്ത പക്ഷം അവർ അറവ് ചെയ്യൽ നിർബന്ധമാണ്. എന്നാൽ ചില ആളുകളൊക്കെ നേരത്തെ അത് സർക്കാരിൽ അടക്കും, കാശടക്കുന്നൊരു സമ്പ്രദായമുണ്ട്. അത് ഒരിക്കലും തമത്തുവിൻ്റെ അറവാവുകയില്ല. തമത്തുവിൻ്റെ അറവിന് അവർ ഹജ്ജിന് ഇഹ്റാം ചെയ്യുന്ന സമയത്താണ് അവർക്ക് നിർബന്ധമാവുക. ആ നിർബന്ധമായതിൻ്റെ ശേഷം അവർ അറക്കാൻ അവരെ മൃഗം വാങ്ങി അറക്കുകയോ അല്ലെങ്കിൽ അവർ ഒരാളെ വക്കാലത്താക്കി ചെയ്യുകയോ ചെയ്യാം. ഏറ്റവും അഫ്ളൽ ഉളഹിയ്യത്തിൻ്റെ അറവിൻ്റെ സമയത്ത് തന്നെ അറക്കലാണ് അഫ്ളൽ. പെരുന്നാളിൻ്റെ ദിവസമോ അയ്യാമുത്ത ശരീക്കിൻ്റെ ദിവസമോ അറക്കലാണ് ഏറ്റവും അഫ്ളൽ. അപ്പം ഇതാണ് സർക്കാരിൻ്റെ ഹജ്ജിൽ പോകുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട വിഷയം. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. മീഖാത്തിലേക്ക് അവർ പോകുന്നുമില്ല, അറവ് നടത്തുന്നുമില്ല എങ്കിൽ അവരുടെ ഹജ്ജിൻ്റെ കർമ്മം പൂർത്തിയാവുന്നില്ല. അപ്പോൾ അത് പ്രത്യേകം പോകുന്ന ആളുകളൊക്കെ ശ്രദ്ധിക്കണം. അറിവുള്ള ആളുകളോട് ഇതിനെക്കുറിച്ച് ശരിക്ക് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് തന്നെ ഇത്തരം കർമ്മങ്ങൾ ചെയ്യാൻ ജനങ്ങളൊക്കെ തയ്യാറാകണം എന്നുകൂടി ഈ അവസരത്തിൽ എല്ലാവരോടും ഒരു വസിയത്തായി തന്നെ പറയുകയാണ്.